നമസ്കാരം. ഇൻഫോ ന്യൂസിന്റെ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വീട്ടിൽ അതിക്രമിച്ചു കയറി റിട്ടയർഡ് അധ്യാപികയുടെ സ്വർണമാല പൊട്ടിച്ചെടുത്ത സംഭവത്തിൽ യുവാവും യുവതിയും അറസ്റ്റിൽ. പാലപ്പിള്ളിയിൽ കാട്ടാന പ്രസവിച്ചു. പാലപ്പിള്ളി പുതുക്കാട് എസ്റ്റേറ്റിൽ വെച്ച് ഇന്നലെ രാവിലെ 7 മണിയോടെയാണ് കാട്ടാന പ്രസവിച്ചത്. മുളക് പൊടിയെറിഞ്ഞ 4 പേരെ വെട്ടി പരിക്കേൽപ്പിച്ചു. ഗുണ്ടാ സഹോദരങ്ങൾ പിടിയിൽ. കൊമ്പൻ ഗോകുലിന് മർദ്ദനമേറ്റിരുന്നതായി റിപ്പോർട്ട്. 2 പാപ്പാന്മാർക്ക് സസ്പെൻഷൻ. പെരുമ്പിലാവ് കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ പ്രധാന ജംഗ്ഷനായ കല്ലുംപുറത്ത് സുരക്ഷാ സംവിധാനങ്ങൾ നിശ്ചലമായതോടെ അപകടങ്ങൾ പതിവാകുന്നു. വിശദമായ വാർത്തയിലേക്ക്. വീട്ടിൽ അതിക്രമിച്ചു കയറി റിട്ടയർഡ് അധ്യാപികയുടെ സ്വർണമാല പൊട്ടിച്ചെടുത്ത സംഭവത്തിൽ യുവാവും യുവതിയും അറസ്റ്റിൽ. പുത്തൻചിറ കൊല്ലംപറമ്പിൽ 77 വയസ്സുള്ള ജയശ്രീയുടെ മാലയാണ് പൊട്ടിച്ചെടുത്തത്. സംഭവത്തിൽ അയൽവാസി ചോമാട്ടിൽ വീട്ടിൽ 20 വയസ്സുള്ള ആദിത്, ഇയാളുടെ കൂടെ താമസിക്കുന്ന പെൺസുഹൃത്ത് പട്ടേപ്പാടം സ്വദേശിനി തരൂപ്പടികയിൽ വീട്ടിൽ 19 വയസ്സുള്ള ഫാത്തിമ തസ്നി എന്നിവരെയാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മാസം 25-ന് രാത്രിയിലായിരുന്നു കേസിനാസ്പദമായ സംഭവം. ജയശ്രീയുടെ 6 പവൻ തൂക്കമുള്ള മാലയിൽ നിന്ന് 5 പവൻ ആദിത് കൈക്കലാക്കിയ ശേഷം 2 ദിവസം കഴിഞ്ഞ് ഇരുവരും ചേർന്ന് മലപ്പുറം തിരൂരങ്ങാടിയിലെ ജ്വല്ലറിയിൽ വിൽപ്പന നടത്തുകയായിരുന്നു. സംഭവത്തിൽ ആദിത്തിനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് 6 മാസമായി കൂടെ താമസിച്ചിരുന്ന യുവതിയെ ഇന്ന് അറസ്റ്റ് ചെയ്തത്. മാല വിറ്റുകിട്ടിയ 4.5 ലക്ഷം രൂപയിൽ നിന്ന് 50,000 രൂപയ്ക്ക് ഫാത്തിമ തസ്നിക്ക് മാളയിലെ ജ്വല്ലറിയിൽ നിന്ന് പുതിയ മാല വാങ്ങിയിരുന്നു. കൂടാതെ യുവതിയുടെ വിദൂര വിദ്യാഭ്യാസത്തിനായി ഫീസും മോഷ്ടിച്ച പണത്തിൽ നിന്നും നൽകിയതായി പോലീസ് കണ്ടെത്തി. കോടതിയിൽ ഹാജരാക്കിയ ഫാത്തിമ തസ്നിയെ റിമാൻഡ് ചെയ്തു. മാള പോലീസ് ഇൻസ്പെക്ടർ സജിൻ ശശി, സബ് ഇൻസ്പെക്ടർ KT ബെന്നി, ASI ഷാലി ബാബു, രേഷ്മ രവി എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. പാലപ്പിള്ളിയിൽ കാട്ടാന പ്രസവിച്ചു. പാലപ്പിള്ളി പുതുക്കാട് എസ്റ്റേറ്റിൽ വെച്ച് ഇന്നലെ രാവിലെ 7 മണിയോടെയാണ് കാട്ടാന പ്രസവിച്ചത്. 10ഓളം ആനകൾ പ്രദേശത്ത് നിലയുറപ്പിച്ചിരുന്നു. രാവിലെ പുല്ല് വെട്ടാനെത്തിയ തൊഴിലാളികൾ പണി ആരംഭിച്ചപ്പോൾ മെഷീനുകളുടെ ശബ്ദം കേട്ട് ആനകൾ ചിഹ്നം വിളിച്ചു. തുടർന്ന് തൊഴിലാളികൾ നടത്തിയ അന്വേഷണത്തിലാണ് ആന പ്രസവിച്ചതായി കണ്ടെത്തിയത്. രാവിലെ 9:30ഓടെ കാട്ടാനക്കൂട്ടം കുട്ടി ആനയുമായി കാടുകയറി. പാലപ്പിള്ളി ഫോറസ്റ്റ് അധികൃതരും സ്ഥലത്തെത്തി. മുളക് പൊടിയെറിഞ്ഞ 4 പേരെ വെട്ടി പരിക്കേൽപ്പിച്ചു. ഗുണ്ടാ സഹോദരങ്ങൾ പിടിയിൽ. ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ട സഹോദരങ്ങൾ നടത്തിയ ആക്രമണത്തിൽ 4 പേർക്ക് വെട്ടേറ്റു. വഴിയിൽ വാഹനം നിർത്തിയിട്ടതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിൽ അവസാനിച്ചത്. ഇന്നലെ വൈകുന്നേരം തൃശൂർ ചേലക്കോട്ടുകരയിൽ 5:15ഓടെയായിരുന്നു സംഭവം. പരിക്കേറ്റവരെ തൃശൂരുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിജോ എന്നയാൾ ബൈക്കിൽ ഭാര്യ വീടായ അഞ്ചേരിയിലേക്ക് വരികയായിരുന്നു. പഴക്കച്ചവടം കഴിഞ്ഞ് നിർത്തിയിട്ടിരുന്ന ഒരു ഗുഡ്സ് ഓട്ടോറിക്ഷ ഇയാളുടെ വീട്ടിലേക്കുള്ള വഴിക്ക് തടസ്സമുണ്ടാക്കി. ഇതിനെ തുടർന്നാണ് ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന സുധീഷ്, വിമൽ, കിരൺ, വിനിൽ എന്നിവരുമായി നിജോ വാഹനം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് രൂക്ഷമായ തർക്കത്തിലേർപ്പെട്ടത്. ഒല്ലൂർ പോലീസ് സ്റ്റേഷനിലെ ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണ് നിജോ. കൊമ്പൻ ഗോകുലിന് മർദ്ദനമേറ്റിരുന്നതായി റിപ്പോർട്ട്. 2 പാപ്പാന്മാർക്ക് സസ്പെൻഷൻ. ആനക്കോട്ടയിൽ ഇന്നലെ ചെരിഞ്ഞ കൊമ്പൻ ഗോകുലിന് മർദ്ദനമേറ്റിരുന്നതായി റിപ്പോർട്ട്. സംഭവത്തിൽ ആനയുടെ 2-3 പാപ്പാന്മാരെ സസ്പെൻഡ് ചെയ്തു. സെപ്റ്റംബർ 9 രാത്രി 10-നായിരുന്നു സംഭവമുണ്ടായതെന്ന് പറയുന്നു. പാപ്പാന്മാർ ആനയുടെ അടുത്തു ചെന്ന് മർദ്ദിക്കുന്നത് കണ്ട ഡ്യൂട്ടിയിലുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥൻ വിവരം ആനക്കോട്ടയിലെ മേലുദ്യോഗസ്ഥരെ അറിയിച്ചു. അവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 2-ാം പാപ്പാൻ G ഗോകുൽ, 3-ാം പാപ്പാൻ KA സത്യൻ എന്നിവരെയാണ് അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ സസ്പെൻഡ് ചെയ്തത്. 26-ന് ചേർന്ന ദേവസ്വം ഭരണസമിതി യോഗ തീരുമാനപ്രകാരമായിരുന്നു അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. പെരുമ്പിലാവ് കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ പ്രധാന ജംഗ്ഷനായ കല്ലുംപുറത്ത് സുരക്ഷാ സംവിധാനങ്ങൾ നിശ്ചലമായതോടെ അപകടങ്ങൾ പതിവാകുന്നു.
അപകടങ്ങൾ കുറയ്ക്കാൻ സ്ഥിരം സംവിധാനം വേണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. ശനിയാഴ്ച രാവിലെ സ്കൂട്ടറും കാറും തമ്മിൽ കൂട്ടിയിടിച്ച് ചാലിശ്ശേരി സ്വദേശി ബാബു മരിച്ചിരുന്നു. നേരത്തെയും നിരവധി അപകടങ്ങൾക്ക് ജംഗ്ഷൻ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. പഴനി, ചാലിശ്ശേരി, തൃശൂർ, കുറ്റിപ്പുറം എന്നീ 4 ഭാഗങ്ങളിലേക്കുമുള്ള പ്രധാന ജംഗ്ഷൻ ആയതിനാൽ ദിവസേന 100 കണക്കിന് വാഹനങ്ങളാണ് ഈ വഴി പോകുന്നത്. എന്നാൽ റോഡിൽ മുന്നറിയിപ്പ് ബോർഡുകളോ സ്പീഡ് ബ്രേക്കറുകളോ സിഗ്നൽ സംവിധാനങ്ങളോ സ്ഥാപിച്ച് റോഡിലെ അപകട ഭീഷണി കുറയ്ക്കാൻ യാതൊരു നടപടിയും അധികൃതർ സ്വീകരിച്ചിട്ടില്ല. കുന്നംകുളത്ത് നിന്ന് ചാലിശ്ശേരി ഭാഗത്തേക്ക് തിരിയുന്ന വാഹനങ്ങൾക്കാണ് അപകട ഭീഷണി കൂടുതലെന്ന് നാട്ടുകാർ പറയുന്നു. കുറ്റിപ്പുറം ഭാഗത്തുനിന്ന് അതിവേഗത്തിൽ വരുന്ന വാഹനങ്ങൾ അടുത്ത് എത്തിയതിനു ശേഷമേ ജംഗ്ഷനാണെന്ന് കാണാനാകൂ എന്നാണ് പ്രധാന അപകട കാരണം. നിരവധി അപകടങ്ങൾ ഇവിടെ നടന്നിട്ടും അധികൃതർ നിസ്സംഗത തുടരുകയാണ്. തൃശൂർ കടവല്ലൂർ റോഡ് നിർമ്മാണം നടക്കുന്ന നിലവിലെ സാഹചര്യത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി ജംഗ്ഷൻ പുനർനിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില കൂടിയും കുറഞ്ഞും ഉച്ചയോടെ 150 രൂപ കുറഞ്ഞു. ഗ്രാമിന് 11,645 രൂപ, പവന് 93,160 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വീട്ടിൽ അതിക്രമിച്ചു കയറി റിട്ടയേർഡ് അധ്യാപികയുടെ സ്വർണമാല പൊട്ടിച്ചെടുത്ത സംഭവത്തിൽ യുവാവും യുവതിയും അറസ്റ്റിൽ. പാലപ്പിള്ളിയിൽ കാട്ടാന പ്രസവിച്ചു. പാലപ്പിള്ളി പുതുക്കാട് എസ്റ്റേറ്റിൽ വെച്ച് ഇന്നലെ രാവിലെ 7 മണിയോടെയാണ് കാട്ടാന പ്രസവിച്ചത്. മുളക് പൊടിയെറിഞ്ഞ 4 പേരെ വെട്ടി പരിക്കേൽപ്പിച്ചു. ഗുണ്ടാ സഹോദരങ്ങൾ പിടിയിൽ. കൊമ്പൻ ഗോകുലിന് മർദ്ദനമേറ്റിരുന്നതായി റിപ്പോർട്ട്. 2 പാപ്പാന്മാർക്ക് സസ്പെൻഷൻ. പെരുമ്പിലാവ് കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ പ്രധാന ജംഗ്ഷനായ കല്ലുംപുറത്ത് സുരക്ഷാ സംവിധാനങ്ങൾ നിശ്ചലമായതോടെ അപകടങ്ങൾ പതിവാകുന്നു. ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു. ഈ വാർത്തയുടെ പുനർസംപ്രേക്ഷണം വൈകിട്ട് 3-നും 4:30-നും 6:30-നും ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.